അഡ്വക്കേറ്റ് PM നിയാസ്, ഇവിടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും. കാരണം കൃത്യമായ കണക്കുകൾ ഉദ്ധരിച്ച് തന്നെയാണ് അവർ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതായത് സംസ്ഥാന സർക്കാർ ഈ പല്ലവി ആവർത്തിക്കുകയാണ്, കേരളത്തിന് ഒന്നും നൽകുന്നില്ല, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാത്രം എല്ലാം നൽകുന്നു എന്ന്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ സ്വീകരിക്കാൻ, വാങ്ങിക്കാൻ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ പരിശോധിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് പലതും വകമാറ്റി ചെലവഴിക്കുന്നു, കോടികൾ വാങ്ങി വകമാറ്റി ചെലവഴിക്കുന്നു. മറ്റു ചില പദ്ധതികൾ, കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പേര് മാറ്റി തങ്ങളുടേതാക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യം ബോധപൂർവം സംസ്ഥാന സർക്കാർ സൃഷ്ടിക്കുമ്പോൾ, അതായത് തങ്ങൾക്ക് കഴിവില്ലാത്തത് മറ്റുള്ളവരുമേൽ ആരോപിക്കുന്ന ഒരു ശീലം, അതുകൂടി നമ്മളെങ്ങനെ വിലയിരുത്തും കോൺഗ്രസ്? നോക്കൂ, ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. ഇതൊരു സാധാരണ ഒരു ഫ്രേസാണ്. അതുപോലെ കേരള സർക്കാരിനെ എപ്പോഴും കുറ്റപ്പെടുത്തുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന നിങ്ങൾ, ഒരു കാര്യം ഞാൻ തുറന്നു ചോദിക്കട്ടെ. സുരേഷ് കുമാർ നല്ല മാധ്യമപ്രവർത്തകനാണല്ലോ, എല്ലാ കാര്യങ്ങളും ആകെ ജന ടി വിയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള കുഴപ്പം മാത്രമേ സുരേഷിൽ ഞാൻ കാണുന്നുള്ളൂ. കാരണം ഒരു പാർട്ടി ചാനലായതുകൊണ്ട്. അല്ലാതെ കഴിഞ്ഞാൽ സുരേഷ് കുമാർ വലിയ നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്. ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഇവിടെ ഇവർ പൈസ തന്നു എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കൊടുക്കേണ്ട സാധാരണ തുകയാണ് അവർ പറയുന്നത്. അതിനൊരു സിസ്റ്റമുണ്ട്, ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന പൈസ ചിലവഴിക്കണമെന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം അതല്ല. ഈ ആന്ധ്രാപ്രദേശിൽ അവിടെ പേമാരി ഉണ്ടായപ്പോൾ, ദുരന്തമുണ്ടായപ്പോൾ, ഒറീസയിൽ ദുരന്തമുണ്ടായപ്പോൾ, ബീഹാറിൽ ദുരന്തമുണ്ടായപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? അങ്ങനെയാണോ നിങ്ങൾ കേരളത്തിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചത്? അങ്ങനെയാണോ ഓഖി ഉണ്ടായപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചത്? അങ്ങനെയാണോ നിങ്ങൾ സുനാമി ഉണ്ടായപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചത്? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ കേരള ഗവൺമെൻറ് കുറ്റപ്പെടുത്തി, ഞാൻ കേരള ഗവൺമെൻറ് കുഴപ്പങ്ങളുണ്ട്, വീഴ്ചകളുണ്ട് ഒക്കെ ഞങ്ങൾക്ക് പറയാം. പക്ഷെ ഞാനൊരു മലയാളി എന്നുള്ള നിലയ്ക്ക്, കേരളത്തിൽ താമസിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധ പാർട്ടിസാനിസമാണ്. നിങ്ങൾ കേരളത്തിലോട് കാണിക്കുന്ന അനീതി തന്നെയാണ്. അപ്പോൾ അതിന് നിങ്ങൾ കുറ്റം സംസ്ഥാന സർക്കാരിനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. ഇവിടെ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമാണ്. നിങ്ങളിപ്പോൾ പറയുന്നതിനൊക്കെ അപ്പുറമായി നിങ്ങൾ പറയുന്നത് വർഷിപ്പിൻ്റെ എല്ലാ പ്ലേസസിനെയും ഞങ്ങൾ സംരക്ഷിക്കും, ഫെയ്ത്തിനെ ഞങ്ങൾ സംരക്ഷിക്കും. നിങ്ങൾ എവിടെയാണ് സംരക്ഷിച്ചത്? നിങ്ങൾ മിസോറമിലും മണിപ്പൂരിലുമൊക്കെ നിങ്ങൾ കാണിച്ചു കൂട്ടിയ നിങ്ങളുടെ ഒരു സംസ്ഥാനത്ത് ഒരു വിഷയമുണ്ടായപ്പോൾ നിങ്ങൾ എവിടെയാണ് കഴിഞ്ഞ ഒരു കൊല്ലക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ കത്തിയെരിഞ്ഞപ്പോൾ അവിടെ പോവാത്ത പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത്. പിന്നെ നിങ്ങൾ എവിടെയാണ് ഈ പ്ലേസ് ഓഫ് വർഷിപ്പ് സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം നിങ്ങൾക്ക് എവിടെയാണുള്ളത്? ഈ ഹരിയാനയിലും ഉൾപ്പെടെ, അതുപോലെ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ എത്ര മുസ്ലിം ആരാധനകളാണ് തച്ചു തകർത്തിയത്? എത്ര ആളുകളെയാണ് നിങ്ങൾ വർഗീയമായി കൊല ചെയ്തത്? എന്നിട്ട് നിങ്ങളിവിടെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ ഒരു മുതലക്കണ്ണീർ ഒഴിക്കുന്ന ഇങ്ങനെ ഒരു പൊയ്മുഖങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങൾ ചെയ്താൽ ഇത് കേരളത്തിലുള്ള എല്ലാവരും അങ്ങ് വിഴുങ്ങുമെന്ന് നിങ്ങൾ വിചാരിച്ചു. പിന്നെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു, പിന്നെ നമ്മുടെ കേരളത്തിന് നൽകിയ ആനുകൂല്യങ്ങളെക്കുറിച്ച് AIMSനെ കുറിച്ച്. ഞാൻ എൻ്റെ ജില്ലയിൽ പോലും AIMSന് സ്ഥലമെടുത്ത് എല്ലാ കാര്യങ്ങളും കൊടുത്തു. എന്താ നിങ്ങൾ തീരുമാനിക്കാത്തത്? നിങ്ങൾക്കൊരു കാര്യം പറയില്ല, കേരളത്തിൽ കോഴിക്കോട് തരാം, ഇത്ര ഏക്കർ സ്ഥലം നിങ്ങൾ 6 മാസത്തിനോട് തരണം, 3 മാസത്തോട് തരണം, തീരുമാനിക്കാമല്ലോ. ഇവർ തീരുമാനിച്ചിട്ടില്ലല്ലോ. എന്തിൽ ഞങ്ങൾക്ക് പറയാം, കോഴിക്കോടിന് നിങ്ങൾ അനുവദിച്ചു, അല്ല ഇന്ന സ്ഥലത്തിന് നിങ്ങൾ അനുവദിച്ചു, സ്ഥലങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ എല്ലാ തവണയും, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്തവണ AIMS പ്രഖ്യാപിച്ചല്ലോ പല സ്ഥലത്തും. എവിടെയാണ് സ്ഥലം നിങ്ങൾക്ക് കിട്ടിയത്? എവിടെയാണ് സ്ഥലം ഹാൻഡ് ഓവർ ചെയ്തത്? നിങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് സ്ഥലം എടുക്കുന്നതിനെക്കുറിച്ച് അതാത് സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഉമ്മാക്കി ഒന്നും ഇവിടെ പറയേണ്ട കാര്യമില്ല. പിന്നെ 3000 രൂപ കേരളത്തിൽ കോൺഗ്രസിന് വോട്ട് കിട്ടും, UDFന് വോട്ട് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ UDFൻ്റെ പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടി അത് കോപ്പി അടിച്ച് കോൺഗ്രസിന് UDFന് വോട്ട് പോകരുത്, അത് ഞങ്ങൾ പിടിച്ചു വച്ചാലേ CPMൻ്റെ വോട്ടുകൾക്ക് കിട്ടുന്ന വോട്ടുകൾക്ക് അവർക്ക് ഭരണം കിട്ടുമെന്ന് നിങ്ങളുടെ CJP മുന്നണിയുടെ ഇടപാടുകളല്ലേ ഇതൊക്കെ കാണുന്നത്? അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉന്നയിച്ച പല കാര്യങ്ങളും നിങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 25 ലക്ഷം രൂപ പാവപ്പെട്ട സാധാരണക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് വേറൊരു പേരിട്ട് നിങ്ങൾ 2500 രൂപ എന്ന് പറഞ്ഞ് നൽകുകയാണ്.
ഞങ്ങൾ ആലോചിക്കട്ടെ. ഞങ്ങളെ വോട്ടുകൾ തടഞ്ഞ് CPM-ന് കൊടുക്കാനുള്ള തീരുമാനമായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന CPM-ന്റെ B ടീമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരായിട്ടേ മാത്രമേ ഉള്ളൂ. പാവം നമ്മുടെ LDF-ന്റെ പ്രതിനിധിയായി ഇവിടെ വന്നിരിക്കുന്ന അദ്ദേഹത്തിന് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ആഷിമിന്. അതുകൊണ്ട് എനിക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു വളരെ കൃത്യമായ വസ്തുതയാണ്, നിങ്ങൾ കേരളത്തിൽ നിങ്ങളുടെ അജണ്ട എന്താണ്? കേരളത്തിൽ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത്? കോൺഗ്രസ് വരാതിരിക്കാൻ വേണ്ടി, CPM എങ്ങനെയെങ്കിലും വരാൻ വേണ്ടിയുള്ള ഒരു വലിയ ഞാണിന്മേൽ കളിയാണ്. ജയസൂര്യ എന്തെല്ലാം വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയിട്ടും ജയസൂര്യ നിങ്ങളുടെ കേസ് പൊളിഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ് പാലക്കാട് നടക്കുന്നത് എന്താണ്, നേമത്ത് നടക്കുന്നത് എന്താണ്. ഞങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആ ബോധ്യമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.